ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ചീരത്തോരൻ ഉണ്ടാക്കാം കേട്ടോ. ചായമൻസയാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ ഇല ചായമൻസയുടെ ഇല കപ്പങ്ങയുടെ ഇല പോലെ, നമ്മുടെ കപ്പക്കോലില്ലേ, കപ്പയുടെ ഇല പോലെ ഇരിക്കുന്ന സാധനമാണ് അത്. എനിക്കത് കുറച്ച് കിട്ടി. അപ്പോൾ ഞാനത് തോരനുണ്ടാക്കാമെന്ന് ഓർത്ത് അരിഞ്ഞ് എടുക്കുവാണ്. ഞാൻ അതിൻ്റെ മൂത്ത ഇലകളെല്ലാം കളഞ്ഞു, കുഞ്ഞു കിളുന്ത് ഇലകളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കത് അരിഞ്ഞെടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഇതുണ്ടാക്കാം. പിന്നെ ഇതും കൊണ്ട് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. നമുക്ക് ഷുഗർ ഉള്ളവർക്ക് നല്ലതാണ്, വെരിക്കോസ് വെയിന് നല്ലതാണ്, ബ്ലഡ് ഷുഗർ വർദ്ധിപ്പിക്കും, കുട്ടികൾക്ക് കാഴ്ചശക്തി വർദ്ധിപ്പിക്കും, നമുക്കെല്ലാവർക്കും കാഴ്ചശക്തിക്ക് നല്ലതാണ്. പിന്നെ ഇതുണ്ടല്ലോ, ഇതിൻ്റെ ഇലയ്ക്കൊരു പ്രത്യേകത ഉണ്ട്. ഇതിൻ്റെ ഇല നമ്മൾ അരിഞ്ഞ് വരുമ്പോഴത്തേക്കുണ്ടല്ലോ ഒരു ഭയങ്കര കട്ടുമാണ്. അപ്പോൾ നമുക്കത് കഴിക്കാൻ നേരം തോന്നില്ല. പക്ഷേ ഇത് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ല ടേസ്റ്റാണ് ഈ ഇലയ്ക്ക്. എനിക്കിഷ്ടമാണ്, ഇവിടെ എല്ലാവർക്കും തന്നെ ഇഷ്ടമാണ്. അപ്പം നിങ്ങൾക്കൊക്കെ ഇഷ്ടമാകുമെന്ന് എനിക്ക് തോന്നണം. ഇതിന് ഭയങ്കര ഒരു മക്ക് ചൊവയാണ്, മക്ക് മണമാണ് ഇത് അരിഞ്ഞെടുക്കുമ്പോഴത്തേക്ക്. ഞാൻ ഇലയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ആദ്യം തന്നെ ഉണ്ടല്ലോ ശരിക്കും നന്നായിട്ട് കഴുകിയെടുക്കണേ, നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. എന്നാലാണ് നമുക്ക് അതിൻ്റെ എല്ലാ ഇതും പോകണം. ഇലയിൽ നിന്ന് കുറച്ച് നേരം വെള്ളത്തിട്ടിട്ട് കഴുകിയെടുത്താലും കുഴപ്പമില്ല, അപ്പം നല്ലൊരിത് കിട്ടും. പിന്നെ ഞാൻ ഇതെല്ലാം അരിഞ്ഞ് പെറുക്കി എടുത്തു. ഇനി ഇതിൻ്റെ ഒത്തിരി ഔഷധ ഗുണമുള്ളൊരു സാധനമാണിത്, ഈ ഇല. കുറച്ച് നാളായുള്ളൂ ഈ ഇലയെപ്പറ്റി ഭയങ്കര ഇതായിട്ട്. ഞാനിത് നേരത്തെ നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തതാണ്, പക്ഷേ അന്നേരം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. പിന്നെ വീണ്ടും ഇതൊന്നും കൂടി ഉണ്ടാക്കി നോക്കാം എന്ന് വിചാരിച്ചാണ് ഇപ്പോൾ ഇത് ചെയ്തത്. ഇനിയിപ്പോൾ നമുക്കിത് ഇലയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് സാധാരണ രീതിയിലൊരു തോരനാട്ടോ ഞാൻ ഉണ്ടാക്കണം. വലിയ വിപുലസമൃദ്ധമായ തോരനൊന്നുമല്ല, നമ്മൾ സാധാരണ നാടൻ രീതിയിൽ ഉണ്ടാക്കണ പോലെ ഒരു തോരൻ കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം അത് നമുക്കിനി ട്രൈ ചെയ്ത് ആദ്യം ഞാനൊരു ചീൻചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണയല്ല ഞാനിവിടെ എടുത്താൽ സൺഫ്ലവർ ഓയിലാണ്. വെളിച്ചെണ്ണയുടെ വില നിങ്ങൾക്കറിയാലോ, കാരണം വെളിച്ചെണ്ണ എടുക്കാറില്ല, സൺഫ്ലവർ ഓയിൽ. പിന്നെ ഒരു ഇത്തിരി കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് ഇത്തിരി വെളുത്തുള്ളി ചുവന്നുള്ളിയുടെ ചതച്ചത് അതിലേക്ക് ഇടാം. അതും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചതച്ച് അതിലേക്ക് ഇട്ടിട്ട് അതൊന്ന് ശരിക്കും ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു ഇത്തിരി ചതച്ച മുളക് ഇട്ട് കൊടുക്കണം. ചതച്ച മുളക് ഇട്ട് കൊടുത്തിട്ട് ചതച്ച മുളകിന് കളർ അത്രയും കിട്ടില്ല. അപ്പോൾ അത് കാരണം ഞാൻ ഇച്ചിരി കാശ്മീരിയും കൂടി ആഡ് ചെയ്യും കേട്ടോ. കാശ്മീരി പൊടിയും കൂടി ഇട്ട് ഒരു കളറിന് വേണ്ടിയിട്ടിട്ട് കഴിഞ്ഞ് അത് കഴിയുമ്പോൾ ഇത്തിരി മഞ്ഞപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും ഈ ചീര അരിഞ്ഞു വെച്ചേക്കണ ചീര ഞാൻ ഒന്നിച്ചിടില്ല, കുറേശ്ശെ ഇട്ട് അതിലേക്കൊന്ന് അടി തൊട്ടൊന്ന് പിടിക്കണമല്ലോ, ആ മുളക് ഇതെല്ലാം കൂടി ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കുറേശ്ശെ ഇട്ട് ഞാൻ ഇളക്കണത്. അത് ഇളക്കി ഒരുവിധം ആയി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് ഇത്തിരി ഉപ്പ് ആഡ് ചെയ്ത് ഉപ്പും കൂടിയും ചേർത്ത് ഇളക്കി കഴിഞ്ഞ് ഒരുവിധം ഒന്ന് അവിഞ്ഞ് കഴിയുമ്പോഴത്തേക്കാണ് ഞാൻ തേങ്ങ ചേർക്കുന്നത്. അപ്പോൾ ഉള്ളിയൊക്കെ മൂത്ത് ചീരയൊക്കെ അവിടെ ഇരുന്ന് ഒന്ന് അവിയട്ടെ, എന്നിട്ട് നമുക്ക് പയ്യെ തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിനകത്ത് ഇച്ചിരി മഞ്ഞപ്പൊടി ചേർക്കണമായിരുന്നു. എന്തും ചീര ഇലക്കറികളിൽ കൂടുതലും ചേർക്കേണ്ടത് നമ്മൾ മഞ്ഞപ്പൊടിയാണ് ചേർക്കേണ്ടത്. അതിന് വിഷാംശം ഉണ്ടെങ്കിൽ പോട്ടേന്ന് ഓർത്താണ്. അപ്പോൾ ഞാൻ അത് ആദ്യം പറയാൻ വിട്ടുപോയി, കുറച്ച് മഞ്ഞപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് തോന്നി ഞാനെന്താ വേപ്പില ചേർക്കാത്തത്. ഞാൻ ഇലക്കറികൾ സാധാരണ വേപ്പില ചേർക്കാറില്ല. എന്ന് വെച്ചാൽ ഇലയുടെ കളറും വേപ്പിലയുടെ കളറും എല്ലാം ഒരുപോലെയാണ്. അത് കാരണം ഞാൻ വേപ്പില ഉപയോഗിച്ചിട്ടില്ല.
തേങ്ങയിട്ട് നന്നായിട്ട് ഇളക്കി. ഞാനിവിടെ ഇത് അടച്ചു വെച്ചാണ് ഇത് വേവിച്ചത്. ശരിക്കും തേങ്ങയൊക്കെ ഇട്ടതിന് ശരിക്കും ഇത് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടച്ച് വെക്കരുതെന്നാണ് പറയണത്. ഞാനിവിടെ അടച്ചു വെച്ചായിട്ടാണ് ചെയ്തത്. ഇനി നിങ്ങളത് ചെയ്യുമ്പോഴെങ്കിലും അത് അടച്ച് വെക്കാതെ നിങ്ങളത് ഉണ്ടാക്കാൻ നോക്കണം കേട്ടോ. അപ്പം നമ്മുടെ തോരൻ റെഡി ആവട്ടെ. നമുക്കിന്ന് ഉച്ചയ്ക്ക് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. ഞങ്ങൾക്കിന്ന് ഉച്ചത്തേക്ക് ചോറിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിത് ചെയ്തത്. അപ്പോൾ അത് കാരണം വേഗം ഒരു തല്ലിക്കൂട്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, നല്ലതാണോ ഇല്ലയോ എന്ന്. ഞങ്ങൾക്കിവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്, നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.